Hi guys, welcome back to our channel. എൻ്റെ പേര് അശ്വതി. ഞാനൊരു നിഫ്റ്റ് സ്റ്റുഡൻ്റാണ്. സോ ഇതിനകത്ത് നമ്മുടെ നിഫ്റ്റ് ബേസിസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് ചെയ്യാറുണ്ട്. വീഡിയോസ് കുറേ കണ്ടൻസിൽ ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ ഐ ബട്ടൺസിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആൻഡ് ഫാഷൻ, ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ, പ്ലാൻസ്, പിന്നെ നമ്മുടെ ട്രിപ്പൊക്കെ പോയി ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ അതെല്ലാം വഴിയെ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബിഡെസ്, BFT അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ കഴിഞ്ഞു. ഇത് എൻ്റെ ചേച്ചി ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി എല്ലാം കഴിഞ്ഞിട്ട് ഒരു PG ഒക്കെ ചെയ്യുമ്പം അത് നിഫ്റ്റിൽ വന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു ഡിസൈൻ സംഭവം ചെയ്യാമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് ചേച്ചിമാരും ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഞാൻ എൻ്റെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ടാണ്, അവരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. ബിക്കോസ് ഞാനൊരു BEd സ്റ്റുഡൻ്റാണ്. സോ എനിക്ക് മാസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം കളക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എല്ലാ റിപ്ലൈസും അതിനുള്ള നെക്സ്റ്റ് പാർട്ട് 2 വീഡിയോ വരെ ചെയ്യാനായിട്ട് ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് MFMൻ്റെ കാര്യമാണ്. അപ്പോൾ MDESൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് MFMൻ്റെ കാര്യം പറയാം. മാസ്റ്റേഴ്സ് ഓഫ് ഫാഷൻ മാനേജ്മെൻറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇതിനൊരു എൻട്രൻസ് എക്സാമാണ് ഉള്ളത്. അപ്പം ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളതിന് അപ്ലൈ ചെയ്യുക. അതിനുള്ള ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് എൻട്രൻസ് കഴിഞ്ഞ ശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ആ ഗ്രൂപ്പ് ഡിസ്കഷനും പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂവും ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടെണ്ണത്തിനും കൂടെ അത്യാവശ്യം നല്ല സ്കോർ ചെയ്താലാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ ഈ ഒരു കോഴ്സ് നമ്മുടെ നിഫ്റ്റിൽ കേട്ടോ. അപ്പോൾ അതിനകത്ത് വരുന്ന നമ്മുടെ ഒരു സിലബസ്, അതിനകത്ത് എന്തൊക്കെയാണ് ആ ഒരു എൻട്രൻസിൽ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ഉണ്ടാവും. ഒരു 10-15 മാർക്കിനുള്ള മാത്സ് ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷ്, ഒരു കേസ് സ്റ്റഡി, പിന്നെ പാസേജ്, മാനേജ്മെൻറ്റൽ കേസ് സ്റ്റഡീസാണ് കൂടുതൽ അതിനകത്ത് വരിക എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ബുക്കുണ്ട്. അതിൻ്റെ പേര് ഞാൻ എൻ്റെ കമൻറ്റിൽ ഞാൻ തന്നെ ഒരു പിൻ ചെയ്തിടാം ആ ഒരു ഇതും. പിന്നെ അത് ഓൺലൈനിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് കേട്ടോ ആ ഒരു ബുക്കിൻ്റെ പേര്. പിന്നെ നിങ്ങൾക്ക് ശ്രമിക്കുവാണെങ്കിൽ കണ്ണൂരിനേക്കാളും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളത്, എനിക്ക് ഇങ്ങനെ പറയാനായിട്ട് ഇത്തിരി അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷേ സീനിയേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ബാംഗ്ലൂരോ അല്ലെങ്കിൽ മുംബൈയോ ഡൽഹിയിലോ നിഫ്റ്റിലത്തെ MFM ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കണ്ണൂർ പഠിച്ച പൊട്ടയാണ്, അടിപൊളിയല്ല എന്നല്ല. കൂടുതലും പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യത്തിനൊക്കെ ആ ഒരു ഏരിയ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ കമ്പനീസ് വന്നിട്ട് അവിടെ നിന്നാണ് സെറ്റാക്കാനായിട്ട് അവർക്കിഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. അത് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ അതാണെന്ന് പറയാൻ കേട്ടോ, എന്നാൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയെടുക്കാം. ഇതിനകത്ത് പഠിക്കാനുള്ളത് നല്ലപോലെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ MFM എടുക്കാം. ഇതിനകത്ത് പഠിക്കാനുള്ളത് ഫാഷൻ ഇൻഡസ്ട്രിയിലെ മെർച്ചൻഡൈസിങ് സെക്ടേഴ്സ് ഉണ്ട്, അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ഫാബ്രിക്കിനെ പറ്റി കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ വിഷ്വൽ മെർച്ചൻഡൈസിങ് അതെല്ലാവർക്കും അറിയാമല്ലോ. വിഷ്വൽ മെർച്ചൻഡൈസിങ് പഠിക്കണം. റിസർച്ച്, കൺസ്യൂമേഴ്സിനെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുക, അവരെ ഇതാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ MFMൽ വരുന്നത്. അത്യാവശ്യം ഒരു അപ്പാരൽ ഇൻഡസ്ട്രി അതിനെപ്പറ്റിയും അങ്ങനെ ഒരു വല്ലാണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അധികം പഠിക്കാനൊന്നുമില്ല, മീൻസ് ഒരുപാട് ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാനൊന്നുമില്ല. ഇൻട്രസ്റ്റോട് കൂടിയാണെങ്കിൽ നല്ലോണം ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു PG അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സാണ് നമ്മുടെ MFM എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസ്റ്റേഴ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് BDES ആണെങ്കിലും BFT ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ IDM എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് IDMലൂടെ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും. IDM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടെ തന്നെ വേറൊരു സബ്ജക്റ്റും കൂടെ പഠിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം FC ആണ്, പക്ഷേ ഞാനിപ്പം IDM ആക്കി എടുത്തതാണ് KD ആണ്. എനിക്ക് KD നിറ്റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് കിട്ടണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് MDES കിട്ടണമെന്നായിരുന്നു. എന്നാലും എനിക്ക് KD കിട്ടി. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നമ്മുടെ കോളേജിലുള്ള വേറെ സബ്ജക്റ്റുകൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ ഒപ്പം നമുക്കൊരു IDM കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക.
ആൻഡ് അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്ന് ചോദിച്ചാലും മതി, ഞാൻ അവിടെ തന്നെ റിപ്ലൈ തരും. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേര് കൊടുത്തിട്ടുണ്ട്, താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ വന്ന് സംസാരിക്കാം. അപ്പോൾ താങ്ക് യു.